1.5 വർഷം മുമ്പാണ് സീരിയൽ നടൻ ദിലീപ് ശങ്കറിൻ്റെ അപ്രതീക്ഷിത മരണവാർത്ത എത്തിയത്. പ്രിയപ്പെട്ടവരെയും ആരാധകരെയും എല്ലാം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇന്നും അദ്ദേഹത്തിൻ്റെ മരണം നൽകിയ വേദനയിൽ നിന്നും മറികടക്കാനായിട്ടില്ല. ഇപ്പോഴിതാ ദിലീപിൻ്റെ പ്രായമായ മാതാപിതാക്കളെ കാണുവാൻ മകൾ ദേവ എത്തിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. തനിച്ചു താമസിക്കുന്നവരാണ് ദിലീപിൻ്റെ മാതാപിതാക്കൾ. വല്ലപ്പോഴും പേരക്കുട്ടികൾ എത്തുമ്പോഴാണ് ഇരുവരുടെയും മനസ്സ് നിറയുന്നതും സന്തോഷം എത്തുന്നതും. അത് ശരിക്കും കാണുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ദേവ പങ്കുവച്ചിട്ടുള്ളത്. 1 മാസത്തിന് ശേഷം വിളിക്കാതെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അരികിലേക്ക് എത്തിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം പ്രേക്ഷകരുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്നതാണ്. ദേവ എത്തുന്ന സമയത്ത് 2 പേരും അടുക്കളയിലായിരുന്നു. അമ്മൂമ്മ ചോറ് വാർക്കുകയും അപ്പൂപ്പൻ പാത്രം കഴുകുകയും ചെയ്യുന്നു. അയ്യോ മോള് എന്ന് അപ്പൂപ്പൻ പറയുന്നത് കേട്ടാണ് അമ്മൂമ്മ തിരിഞ്ഞു നോക്കുന്നതും എൻ്റെ ഈശ്വര എന്ന് വിളിക്കുന്നതും. ഞാൻ ഇപ്പോൾ കൂടി ഫോണെടുത്ത് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതേ ഉള്ളൂ എന്നും ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ബിസി എന്നാണ് കേട്ടത് എന്നുമൊക്കെ പരിഭവത്തോടെയും സ്നേഹത്തോടെയും അമ്മൂമ്മ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. എന്തായാലും 1 മാസത്തിന് ശേഷം പേരക്കുട്ടി വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് ദേവ ഇരുവർക്കും അരികിലേക്ക് എത്തിയത്. തനിച്ചു താമസിക്കുന്ന പ്രായമായവർക്ക് എപ്പോഴും ആശ്വാസമേകുന്നത് മക്കളുടെയും പേരക്കുട്ടികളുടെയും എല്ലാം സാന്നിധ്യവും സാമീപ്യവുമാണ്. എപ്പോഴും അവർക്കരികിൽ വേണമെന്ന് തോന്നുന്ന കാലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ദേവയുടെ വരവ് ഇരുവർക്കും വലിയ സന്തോഷവുമാണ് നൽകിയത്. 1 മാസത്തിന് ശേഷമാണ് ദേവ ഇരുവർക്കും അരികിലേക്ക് എത്തിയത്. ദിലീപ് ശങ്കറിൻ്റെ വിയോഗത്തിന് ശേഷം തൻ്റെ ഹൃദയസ്പർശിയായ കുറിപ്പുകളിലൂടെയും ഓർമ്മപ്പെടുത്തലുകളിലൂടെയും പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയും നേടിയ ദേവ ഫാഷൻ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിഫ്റ്റിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഒരു കൺസെപ്റ്റ് ഡിസൈനറും ഫാഷൻ സ്റ്റൈലിസ്റ്റുമാണ് ദേവ ദിലീപ്. 2024 ഡിസംബറിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചി സ്വദേശിയായ ദിലീപ് ഷൂട്ടിങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഷൂട്ടിങ്ങിൽ നിന്നും 2 ദിവസത്തെ ഇടവേളയുണ്ടായിരുന്നു. 2 ദിവസം മുറിയിൽ വിശ്രമിക്കുന്നതിനിടെയാണ് 3-ാം ദിവസം ഷൂട്ടിങ്ങിന് വിളിക്കുവാനായി പ്രൊഡക്ഷൻ ടീമിൽ നിന്നും ആളെത്തിയത്. എന്നാൽ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പഞ്ചാഗ്നി എന്ന സീരിയലിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. ദിലീപ് ശങ്കറിന്റെ വിയോഗ വാർത്ത പ്രേക്ഷകർക്കെല്ലാം വലിയ ഞെട്ടലാണ് നൽകിയിരുന്നത്. 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. കലാരംഗത്തു തന്നെ പ്രവർത്തിക്കുന്ന ഭാര്യയുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.